ഓക്കെ, നമ്മളിപ്പോൾ സി ലാംഗ്വേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കണ്ടു സി ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ സി ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസ് അത് നമ്മൾ റൺ ചെയ്യിച്ചു. അതിൻ്റെ ഔട്ട്പുട്ടൊക്കെ നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ കുറച്ച് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടു. ഇഫ്, എൽസ്, സ്വിച്ച്, ആ മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാംസ് എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ അതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടു. അതുപോലെ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ലൂപ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ് ലൂപ്സ്, അതുപോലെ ഡെന്നിസ് റിച്ചി എന്തിനാണ് ഈ ലൂപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ സി ലാംഗ്വേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്, എന്തിനാണ് ഈ ലൂപ്സ്, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോബ്ലത്തിനെ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണാം. അപ്പോൾ നമുക്ക് ലൂപ്പിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ ലൂപ്പിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് as റിപ്പീറ്റിംഗ് ദ സെയിം പ്രോസസ് മൾട്ടിപ്പിൾ ടൈംസ് അണ്ടിൽ എ സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈസ്. അതായത് ഒരു സ്പെസിഫിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ നമ്മുടെ ഒരു സെയിം പ്രോസസ്സ്, ആ പ്രോസസ്സ് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൂപ്സ് എന്ന് പറയുന്നത്. അതായത് ലൂപ്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു കണ്ടീഷൻ ഒരു പ്രോഗ്രാമിൽ കൊടുത്തു, അതൊന്നെങ്കിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫാൾസ് ആവാം, എന്തായാലും ആ ഒരു കണ്ടീഷൻ എന്താണോ അത് സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ ഞാനൊരു പ്രോസസ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അവിടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്കിഷ്ടമുള്ള അത്ര ടൈം അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സി ലാംഗ്വേജിൽ മെയിനായിട്ട് 3 ടൈപ്പ് ലൂപ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 ലൂപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്ത സെക്ഷനിൽ കാണും. അപ്പോൾ ഈ ലൂപ്സിന് ഒരു എക്സാമ്പിൾ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ആ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരൊറ്റ പ്രാവശ്യം ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യാനാണ്. അതിപ്പോൾ 10 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഹലോ വേൾഡ് ഒരു 10 പ്രാവശ്യം കൊടുക്കണം. ഇനിയിപ്പോൾ 100 പ്രാവശ്യം എനിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 100 പ്രാവശ്യം അത് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 100 പ്രാവശ്യം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് പകരം നമ്മളൊരു ലൂപ്പിൻ്റെ അകത്താണ് ആ ഒരു പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഹലോ വേൾഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് എത്ര ടൈംസ് വേണമെങ്കിലും നമുക്കത് പ്രിൻ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ദ ലൂപ്പിംഗ് സിംപ്ലിഫൈ ദ കോംപ്ലെക്സ് പ്രോബ്ലംസ് ഇൻ ടു ദ ഈസി വൺസ്. നമ്മുടെ കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഈസി ആക്കി മാറ്റുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹലോ വേൾഡ് 100 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. 100 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് പകരം നമുക്കൊരു ലൂപ്പ് ഉപയോഗിച്ച് അതിനെ സിമ്പിളാക്കി മാറ്റാം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ലൂപ്പിംഗ് സിംപ്ലിഫൈസ് ദ കോംപ്ലെക്സ് പ്രോബ്ലംസ് ഇൻ ടു ദ ഈസി വൺസ് ആൻഡ് it enables us to alter the flow of the program so that instead of writing the same code again and again, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹലോ വേൾഡ് നമ്മൾ 100 പ്രാവശ്യം എഴുതണം, സെയിം കോഡ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എഴുതണം. അങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലൂപ്പ് യൂസ് ചെയ്യാം. വി ക്യാൻ റിപ്പീറ്റ് ദ സെയിം കോഡ് ഫോർ എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്. നമുക്ക് ഇഷ്ടമുള്ളത്ര ടൈം അത് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലൂപ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി എന്താണ് ലൂപ്സിൻ്റെ അഡ്വാൻറ്റേജസ്? ഇറ്റ് പ്രൊവൈഡ്സ് കോഡ് റീയൂസബിലിറ്റി. നമുക്ക് കോഡ് റീയൂസബിൾ ചെയ്യാൻ കഴിയും. അതുപോലെ യൂസിങ് ലൂപ്സ് വി ഡു നോട്ട് നീഡ് ടു റൈറ്റ് ദ സെയിം കോഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സെയിം കോഡ് വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യം ലൂപ്സിൽ വരുന്നില്ല. ഇനി ഇതൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് സി ലൂപ്സ്. നമ്മൾ സി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ലൂപ്സിൻ്റെ നെയിമാണ് ഇതൊക്കെ. ഡു, വൈല്, ഫോർ, ഇങ്ങനെ ഈ 3 എണ്ണമാണ് നമ്മൾ സി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡു വൈൽ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. എന്താണ് ഡു വൈൽ ലൂപ്പ്? ദ ഡു വൈൽ ലൂപ്പ് ഈസ് എ പോസ്റ്റ് ടെസ്റ്റഡ് ലൂപ്പ്. അതായത്
ശേഷം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് വർക്ക് ചെയ്യിച്ചതിൻ്റെ ശേഷമായിരിക്കും നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. നമുക്കത് കാണാം. യൂസിങ് ദ ഡു വൈൽ ലൂപ്പ് വി ക്യാൻ റിപ്പീറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് സെവറൽ പാർട്സ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എല്ലാ പാർട്സിലും നമ്മുടെ ഈ ഒരു എക്സിക്യൂഷൻ നടക്കും. ഡു വൈൽ ലൂപ്പ് ഉപയോഗിച്ചിട്ട് റിപ്പീറ്റ് ടൈംസ് നമ്മുടെ എക്സിക്യൂഷൻ നടക്കും. ദ ഡു വൈൽ ലൂപ്പ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ദ കേസ് വേർ വി നീഡ് ടു എക്സിക്യൂട്ട് ദ ലൂപ്പ് അറ്റ്ലീസ്റ്റ് വൺ. ഈ ഡു വൈൽ ലൂപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുത്ത കണ്ടീഷൻ എന്താണോ, നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് എന്താണോ, അത് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും അത് ഇൻസ്ട്രക്ഷൻ വർക്കാവും. അത് വർക്കായതിന് ശേഷമാണ് ചെക്ക് ചെയ്യുക, നമ്മുടെ കണ്ടീഷൻ എന്താണോ എന്നുള്ളത് അത് ചെക്ക് ചെയ്യുക. ഇതാണ് ഡു വൈൽ ലൂപ്പിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ആദ്യം നമ്മുടെ ഡു കൊടുക്കും, അതിന് ശേഷം നമ്മുടെ ബ്രേസസിൻ്റെ അകത്താണ് നമുക്ക് എന്ത് കോഡാണോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രോഗ്രാമാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് സ്റ്റേറ്റ്മെൻ്റ് ആണോ അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ ഡു എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ്റെ അകത്താണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ശേഷം ആണ് നമ്മൾ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക, വൈലിൻ്റെ അകത്ത് നമ്മുടെ കണ്ടീഷൻ എന്താണോ അത് നമ്മൾ വൈലിൻ്റെ അകത്ത് കൊടുക്കും. അതുപോലെ അതിന് ശേഷം ഒരു കുത്ത് കോമ നമുക്ക് നിർബന്ധമാണ്, ഈ ഡു വൈൽ ലൂപ്പിൽ നിർബന്ധമാണ്. അപ്പോൾ ഇതാണ് ഡു വൈൽ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഹെഡർ ഫയൽ കൊടുത്തു, ഇൻറ്റ് മെയിൻ കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇൻറ്റ് ഐ എന്ന് പറഞ്ഞിട്ട് ഐ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടൊരു വാരിയബിൾ നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചു. അതായത് ഐ എന്ന് പറഞ്ഞിട്ടൊരു വാരിയബിൾ ഉണ്ട്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്ന് നമ്മൾ ആദ്യമേ ഡിക്ലെയർ ചെയ്ത് വെച്ചു. അതിനുശേഷം ഡൂവിൻ്റെ അകത്താണ് നമ്മൾ ഡു കഴിഞ്ഞു നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. അതിനുശേഷമാണ് നമ്മുടെ പ്രോഗ്രാം എന്താണോ, നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഈ പ്രോഗ്രാം ഇപ്പം എന്തിനുള്ളതാണ്, പ്രോഗ്രാം ടു പ്രിൻറ്റ് 1 to 10. നമുക്കിപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ 1 to 10 നമുക്കവിടെ പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. അതായത് 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ 1 to 10 നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടായി കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഡൂവിൻ്റെ അകത്ത് നമുക്ക് എന്താണ് പ്രിൻ്റ് ചെയ്ത് കിട്ടേണ്ടത്, ഐ ആണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഐൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. അതിനി ആദ്യം 1 എന്ന് പ്രിൻ്റ് ചെയ്തു, കുറച്ച് കഴിയുമ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്ത് അത് പിന്നെ അടുത്തത് ഐൻ്റെ വാല്യൂ 2 ആവണം, അത് കഴിഞ്ഞ് 3 ആവണം, പിന്നെ 4 ആവണം, 5 ആവണം, 6 ആവണം, അങ്ങനെ ലാസ്റ്റ് അത് 10 എത്തുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഐ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അതിനുശേഷം I++ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കുകയാണ്. എന്തിനാണ് നമ്മൾ ++ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പറേറ്റേഴ്സ് നോക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. എന്തിനാണ്, ഇപ്പോൾ ഐൻ്റെ വാല്യൂ 1 ആണ്. I++ കൊടുക്കുമ്പോൾ എന്താവും, ഐൻ്റെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ എന്താവും, 1 + 1 2 ആവും. ഇപ്പോൾ ഐൻ്റെ വാല്യൂ 2 ആണ്. അത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ അടുത്തത് അത് 3 ആവും, പിന്നെ 4 ആവും. അപ്പോൾ പിന്നെയാണ് നമ്മുടെ ഈ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ഐ ഈക്വൽ ടു 1 ആണ്, അതവിടെ പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം ഈ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഐ << 10 ആണോ, ആണ്. അതായത് 1 <> 10 ആണെങ്കിൽ എന്ത് പ്രിൻ്റ് ചെയ്തു, ഐ എന്ന് പറഞ്ഞിട്ട് 1 പ്രിൻ്റ് ചെയ്തു. അതിനുശേഷം ഐ ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആവും. പിന്നെയും വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. 2 <> 10 ആണോ നോക്കും, ആണ്. അങ്ങനെയാണെങ്കിൽ 2 പ്രിൻ്റ് ചെയ്തു. അങ്ങനെ 3 പ്രിൻ്റ് ചെയ്യും, 4 പ്രിൻ്റ് ചെയ്യും, 5 പ്രിൻ്റ് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് 10 10 ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇപ്പോൾ അതിൻ്റെ വാല്യൂ 10 ആണ്. അങ്ങനെയാണെങ്കിൽ 10 <> 10 എന്നുള്ള കണ്ടീഷൻ ശരിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം ഒന്നും കൂടി ഇൻക്രിമെൻ്റ് ചെയ്യും. അപ്പോൾ അത് 11 ആവും. 11 ആവുമ്പോൾ പിന്നെയും ഈ വൈലിലേക്ക് വന്നിട്ട് ആ കണ്ടീഷൻ അവിടെ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ എന്താണ്, ഐ <> 10 ആണ്. അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷൻ തെറ്റാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം വർക്ക് ചെയ്തൊന്ന് നോക്കാം. ആദ്യം നമുക്ക്
ഒരു ഇൻറ്റീജർ നമുക്ക് ഡിക്ലെയർ ചെയ്തിടാം. ഇൻറ്റ് ഐ ഈക്വൽ ടു നമ്മൾ ഓൾറെഡി 1 എന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഡു എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. അത് ബ്രാക്കറ്റിൻ്റെ അകത്ത് എന്താണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടേണ്ടത്? നമുക്ക് കിട്ടേണ്ടത് ഐ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, ഇൻറ്റീജർ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഈ /n കൊടുക്കുന്നത് നമ്മുടെ അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ കിട്ടേണ്ടത്? ഐ ആണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടേണ്ടത്. അതുപോലെ ഐ ഓരോ പ്രാവശ്യം ഓരോ ഇൻസ്ട്രക്ഷൻ കഴിയും തോറും 1 വെച്ച് നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിന് നമ്മൾ i++ എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഡു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെത്തേഡ് ക്ലോസ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മുടെ കണ്ടീഷൻ അവിടെ വർക്ക് ചെയ്യുന്നത്. വൈലിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ കണ്ടീഷൻ? i <= 10 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു കണ്ടീഷൻ വർക്കാവുന്നത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. 1 2 3 4 5 6 7 8 9 10 1 to 10 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഇനി ഈ പ്രോഗ്രാമിൽ നമ്മൾ 10 വരെയുള്ള പ്രോഗ്രാമാണ് ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ 1 to 10 വരെ പ്രിൻ്റ് ചെയ്ത് വന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ളത്ര സംഖ്യ അവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടണം. ഞാനിപ്പോൾ 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 20 വരെയുള്ളത് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 100 വരെയുള്ള സംഖ്യ നമുക്ക് അവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടണം. ഇനി അതിനുള്ള പ്രോഗ്രാം നമുക്ക് ഇവിടെ എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് നമുക്കൊരു വേരിയബിൾ നമുക്കവിടെ എക്സ്ട്രാ ഡിക്ലെയർ ചെയ്യാം. അതായത് നമ്മൾ കൊടുക്കുന്ന ലിമിറ്റ് എത്രയാണോ അതവിടെ കൊടുക്കാം. ഇനി പ്രിൻ്റ്എഫിൻ്റെ അകത്ത് എൻ്റർ എ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. അതിനുശേഷം സ്കാൻഎഫിൻ്റെ അകത്ത് അത് റീഡ് ചെയ്യാം. %d %n നമുക്കത് റീഡ് ചെയ്ത് കിട്ടി. ഇപ്പോൾ നമ്മളൊരു ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ 10ന് പകരം നമ്മുടെ ലിമിറ്റ് എന്താണോ n ആണ് നമ്മൾ ലിമിറ്റ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമ്മളോട് ചോദിക്കുകയാണ് എൻ്റർ എ ലിമിറ്റ്. നമ്മൾ 10 എന്ന് കൊടുക്കുമ്പോൾ 10 എന്ന് പറഞ്ഞാൽ ഈ 1 to 10 വരെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. ഇനി അതിന് ശേഷം 20 കൊടുക്കുകയാണ്. 20 കൊടുക്കുമ്പോൾ 1 to 20 വരെയുള്ളത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഇനി 30 കൊടുക്കുമ്പോൾ 30 വരെയുള്ള സംഖ്യകൾ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡു വൈൽ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രോഗ്രാം ചെയ്യാന്ന് പറയുന്നത്. അതായത് ആദ്യം നമ്മുടെ കണ്ടീഷൻ അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്താണോ പ്രോസസ്സ് ആ പ്രോസസ്സ് ഡു എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നടക്കും. അതിന് ശേഷമാണ് ആ ഒരു കണ്ടീഷൻ വൈലിൻ്റെ അകത്ത് ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ അത് പ്രിൻ്റ് ചെയ്യുന്നത്. ഓക്കെ.